സാർ, ഇപ്പോൾ ഈ നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട ദുരൂഹതകൾ, ആരോപണങ്ങളൊന്നും അവസാനിക്കുന്നില്ല. പി വി അൻവർ MLA ഇന്നൊരു ആരോപണം ഉന്നയിച്ചു. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയുടെ ഒരു രഹസ്യം നവീൻ ബാബുവിന് അറിയാം. പി ശശി ഫേസ്ബുക്കിലൂടെ അതിന് മറുപടി പറഞ്ഞു, ഞാൻ ഇന്നുവരെ നവീൻ ബാബുവുമായിട്ട് യാതൊരു വിധത്തിലും ബന്ധപ്പെട്ടിട്ടില്ല, അടിസ്ഥാനരഹിതമായ ആരോപണമാണ്, നിയമ നടപടി സ്വീകരിക്കും. നവീൻ ബാബുവിൻ്റെ അടിവസ്ത്രത്തിൽ രക്തക്കറ പുരണ്ടിട്ടുണ്ടായിരുന്നു. ഇത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലില്ല. ദിവ്യ മറ്റ് ചില നടപടികളുമായി മാധ്യമങ്ങൾക്കെതിരെ തിരിയുന്നു. മൊത്തത്തിൽ കുഴഞ്ഞു മറിയല്ലേ ഇത്? അല്ല, അതിനേക്കാളെല്ലാം ഉപരിയായിട്ട് നവീൻ ബാബുവിൻ്റെ മരണം ഒരു ധാർമ്മിക പ്രശ്നം ആണ്, അതിനേക്കാൾ വലിയൊരു നിയമപ്രശ്നവുമാണ്. നമ്മളതിനെ ചർച്ച ചെയ്യുന്നത് മുഴുവൻ ഒരു ധാർമ്മിക പ്രശ്നത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ്. പക്ഷെ അതിനകത്തൊരു വലിയൊരു നിയമപ്രശ്നം അടങ്ങിയിട്ടുണ്ട്. ആ നിയമപ്രശ്നത്തിന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബന്ധുക്കൾ വരുന്നതിന് മുൻപേ പോസ്റ്റ്മോർട്ടം നടത്തി. ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ അവർ വരുമല്ലോ. അതെ, മറ്റേന്താണ്, കൊല്ലത്തുനിന്ന് അവർക്ക് ഇവിടെ എത്താനുള്ളൊരു സമയം. അതിപ്പോൾ ബോഡി മോർച്ചറിയിൽ വെച്ചിട്ട് അവർ വന്നിട്ട് ചെയ്യാമായിരുന്നു. ഇൻക്വസ്റ്റ് നടത്തി പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോകുമ്പോഴാണ് ഈ സംഭവം വീട്ടുകാരെ അറിയിക്കുന്നത്. അതൊന്നാമത്തെ കാര്യമാണ്. അത് നിയമപരമായിട്ട് തെറ്റാണ്. കാരണം വീട്ടുകാരെ അറിയിക്കേണ്ട. വീട്ടുകാരെ അറിയിക്കുകയും ആ ഇൻക്വസ്റ്റ് നടത്തുന്ന സമയത്ത് ആരൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ള ഇൻക്വസ്റ്റ് റിപ്പോർട്ട് നോക്കേണ്ടതാണ്. ഇവരുടെ ബന്ധുക്കളെ ഇല്ല, ഇവരുടെ ആരുടെയും ബന്ധുക്കളില്ല. പിന്നെ ബന്ധുക്കളില്ലെങ്കിൽ ആരുടെ ബന്ധുക്കളാണ് അവിടെ ഉള്ളത്? അവിടെ ഉള്ള ബന്ധുക്കൾ മുഴുവനും നവ്യയുടെ ബന്ധുക്കൾ, ദിവ്യയുടെ ബന്ധുക്കളാണ്. അപ്പോൾ ദിവ്യയുടെ ബന്ധുക്കളാണ് ആ പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോകുന്നതിന് മുമ്പ് ബോഡി എടുത്തതും അതിനഴിച്ചിട്ടതും ഇത് ചെയ്ത് ഇൻക്വസ്റ്റ് നടത്താനൊക്കെ ഉണ്ടാകുന്നതാണ്. ഇവരുടെ ആരും ഒരാളുമില്ല. അപ്പോൾ അതിൽ പോലീസുകാർ ഇതിനകത്ത് രക്തക്കറ ഉണ്ടായി എന്ന് എഴുതി വച്ചിട്ടുണ്ട്. ഈ രക്തക്കറ എങ്ങനെ വന്നു എന്നുള്ളതിനെക്കുറിച്ചൊരു അന്വേഷണം നടന്നിട്ടില്ല. ഇനിയിപ്പോൾ ആ അടിവസ്ത്രം തന്നെ തൊണ്ടിയ മുതലിൻ്റെ കൂട്ടത്തിൽ നിന്ന് നഷ്ടപ്പെടുമോ എന്നുള്ള കാര്യം ഞാൻ ന്യായമായും സംശയിക്കുന്നുണ്ട്. കാരണം ഇവിടെ എന്തും സംഭവിക്കാവുന്ന വിധത്തിലാണ് നമ്മുടെ കോടതികൾ പലപ്പോഴും പെരുമാറുന്നത്. അതുകൊണ്ടാണല്ലോ അണ്ടർവെയർ പ്രശ്നം ഒരു മന്ത്രിയുടെ പണ്ട് ഒരാൾ വെടിയുണ്ട വിഴുങ്ങി എന്ന് കേട്ടിട്ടുണ്ട്. ഒരു പ്രതിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് വെടിയുണ്ട എടുത്തു കൊടുത്തിട്ട് ആ വെടിയുണ്ട വക്കീൽ വിഴുങ്ങി. എന്തൊരു ചെറ്റയായിരിക്കണം ആ വക്കീൽ. കാരണം അതൊരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ്. അപ്പോൾ ആ ചെറ്റത്തരം ചെയ്ത വക്കീലിൻ്റെ കഥ നമ്മൾ കേൾക്കാറുണ്ട്. ആ രീതിയിൽ തന്നെ പിന്നെ നടന്നതെന്ന് വെച്ചാൽ ഈ കോടതി സ്റ്റാഫിനെ സ്വാധീനിച്ചുകൊണ്ട് ഈ അടിവസ്ത്രം മാറ്റിവെപ്പിച്ചു എന്നുള്ളതാണ്. അതിപ്പോഴാണ്, എത്രയോ കൊല്ലം കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് അത് കേസായിട്ട് പോലും വരുന്നത്. നമ്മുടെ ജുഡീഷ്യറിയുടെയും കൂടി ഒരു പരിമിതി ഇതിനകത്തുണ്ട്. കാരണം ജുഡീഷ്യറിയിലേക്കൊരു കേസ് പോയിട്ടുണ്ടെങ്കിൽ അത് എത്രയോ കൊല്ലം എടുത്തിട്ടാണ് അതിനകത്തൊരു വിധി വരുന്നത്. ആ വിധി വരുമ്പോഴേക്കും നീതി കിട്ടേണ്ടവർ മിക്കവാറും ചിലപ്പോൾ മണ്ണടിഞ്ഞതിന് ശേഷമായിരിക്കും നീതി പ്രഖ്യാപിക്കപ്പെടുന്നത്. വൈകി എത്തുന്ന നീതി നിഷേധിക്കപ്പെട്ട നീതിയാണ് എന്നവർ പറയുമെങ്കിലും അത് ചുമ്മാ ഒരു അലങ്കാരത്തിന് പറയുന്നതാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയണമെന്നുണ്ടെങ്കിൽ, ഈ അയോധ്യ കേസ് തന്നെ എത്ര കൊല്ലം കൊടുത്തിട്ടാണ് വിധി പറഞ്ഞത്? എത്ര കൊല്ലം കൊടുത്ത് ആ കേസിൽ വിധി പറയാനായിട്ട്? 10-70 കൊല്ലം കൊടുത്ത്. ഒരു കേസിൽ വിധി പറയാൻ വേണ്ടി 10-70 കൊല്ലം എടുക്കുന്ന ഒരു ജുഡീഷ്യറി നമുക്കുണ്ട്. ആ ജുഡീഷ്യറിയുടെ പഴുതുകൾ ഉപയോഗിച്ചിട്ട് ഇത് പലതും നടന്നിരിക്കും. പക്ഷേ ഇതിനകത്തൊരു ചോദ്യം അവശേഷിച്ചിട്ടുണ്ട്. ഈ രക്തക്കറ വന്നെങ്കിൽ ആ രക്തക്കറ ആരുടേതാണ്? എവിടെ നിന്ന് വന്ന്? എങ്ങനെയാണ് അതിൻ്റെ വരാനുള്ള കാരണം? ഈ ചോദ്യങ്ങൾക്ക് ഒരു ഉത്തരം കിട്ടണം. സാർ, പോലീസിൻ്റെ നടപടികൾ പലതും സംശയമുണർത്തുന്നുണ്ട്. ഈ ADM നവീൻ ബാബുവിൻ്റെ സഹോദരൻ പറഞ്ഞിരുന്നു, ഈ നവീൻ ബാബുവിൻ്റെ ബോഡി ഈ പറയുന്ന പരിയാരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം ചെയ്യരുത്. കാരണം PP ദിവ്യയുടെ ഭർത്താവ് ജോലി ചെയ്യുന്നത് ആ മെഡിക്കൽ കോളേജിലാണ്. അതുകൊണ്ട് ഇത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം ചെയ്യണം. ഇതവർ കേട്ടില്ല. ഇൻക്വസ്റ്റ് നടപടികൾ വൈകിയതിൻ്റെ കാരണം അത് ഞങ്ങളെ വ്യക്തമായിട്ട് അറിയിച്ചില്ല. കളക്ടർക്ക് നേരിട്ട് പറഞ്ഞു ഒരു കാരണവശാലും പോസ്റ്റ്മോർട്ടം അവിടെ നടത്തരുതെന്ന്. പക്ഷേ അതൊന്നും റെക്കോർഡ്സിലില്ല. പോലീസ് പലതും മറക്കും. അല്ല, പോലീസ് മാത്രമല്ല, ആദ്യം മുതലേ തന്നെ അതിൽ ഒരു കള്ളത്തരം കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ കളക്ടറാണ്. കളക്ടർ കള്ളനാണെന്നല്ല, കളക്ടറിന് അവിടെ ഒരു കള്ളത്തരം കാണിച്ചിട്ടുണ്ട് തുടക്കം മുതലേ.
കളക്ടറുടെ റോള് സംശയാസ്പദമാണ്. കാരണം ഇതിനകത്തൊരു അടിസ്ഥാന തത്വമുണ്ട്. ആ അടിസ്ഥാന തത്വം എന്താണെന്ന് വെച്ചാൽ, തൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ജീവനക്കാർക്ക് പുറത്തു നിന്ന് ആക്രമണം വരുമ്പോൾ അവരെ പരിരക്ഷിക്കേണ്ട ബാധ്യത ഉന്നത ഉദ്യോഗസ്ഥരുണ്ട്. കളക്ടറുടെ ഏറ്റവും അടുത്ത് നിന്ന് ജോലി ചെയ്യുന്ന ആളാണ് ADM, നെക്സ്റ്റ് ടു കളക്ടറാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കളക്ടർക്കെതിരെ തീർത്തും അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഒരു രാഷ്ട്രീയ നേതാവ് ഉന്നയിക്കുമ്പോൾ, അതായത് ദിവ്യ ഉന്നയിക്കുമ്പോൾ, ദിവ്യ ഈ പറഞ്ഞതൊന്നും ശരിയല്ല, ബട്ട് മൈ എക്സ്പീരിയൻസ് ഈസ് ഡിഫറെൻറ്റ്, ഈസ് ആൻ ഓണസ്റ്റ് ഓഫീസർ എന്ന് പറഞ്ഞ് അയാളുടെ ആത്മാഭിമാനം സംരക്ഷിക്കാൻ ബാധ്യസ്ഥനായിരുന്ന കളക്ടർ അത് ചെയ്തിട്ടില്ല. ഇത് ഉയർന്ന ഉദ്യോഗസ്ഥരുടെ തലത്തിലിരുന്നിട്ടുള്ള എല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണത്, എല്ലാവരും. പക്ഷെ അത് ചെയ്തില്ല. അത് കളക്ടർ എന്തുകൊണ്ട് ചെയ്തില്ല എന്നുള്ള ചോദ്യത്തിന് നമുക്ക് ഇപ്പോഴും ഉത്തരം കിട്ടിയിട്ടില്ല. അതിനാണ് ഉത്തരം വേണ്ടത്. അത് ഞാൻ ചെയ്യാതിരുന്നത് ഇയാൾ ഇങ്ങനെയാണ് എന്ന് എനിക്ക് ഉറപ്പുണ്ടായിട്ടാണെന്നാണ് കളക്ടർ പറയട്ടെ. അത് കളക്ടർ പറഞ്ഞിട്ടില്ല. പിന്നെ കളക്ടർക്ക് ഈ ഒരു തീർത്തും അവിടെ ഒരു ഫോറിൻ എൻറ്റിറ്റിയാണ്, ഒരു എലീൻ എൻറ്റിറ്റി എന്ന് പറയും അതിൻ്റെ ആ സിസ്റ്റത്തിൻ്റെ ഭാഗമല്ലാത്ത ഒരു ക്യാരക്ടറാണ് ആര്? ദിവ്യ. ദിവ്യ അതിനകത്ത് വരേണ്ട ഒരു കാര്യമില്ല. കാരണം ദിവ്യ ഇത് മറ്റേ ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റാണ്. അതിന് ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറിയും ഉണ്ട്. കളക്ടർ ജില്ലാ പഞ്ചായത്തിൻ്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന ഒരാളല്ല. കളക്ടറുടെ കീഴിൽ, കാരണം ജില്ലാ പഞ്ചായത്തിൻ്റെ കീഴിൽ കോർപ്പറേഷൻ വരില്ല, ജില്ലാ പഞ്ചായത്തിൻ്റെ കീഴിൽ മുനിസിപ്പാലിറ്റീസ് വരില്ല, ജില്ലാ പഞ്ചായത്തിൻ്റെ കീഴിൽ മറ്റ് പല സ്ഥാപനങ്ങളും വരുന്നില്ല. ലിമിറ്റഡായ അധികാരങ്ങൾ മാത്രമുള്ളൊരു സ്ഥാപനമാണ് ജില്ലാ പഞ്ചായത്ത്. ആ ജില്ലാ പഞ്ചായത്തിൻ്റെ ഒരു പ്രസിഡൻറ്റ് തീർത്തും അവിടെ വരേണ്ട കാര്യമില്ല. ആസ്ഥാനത്ത് കയറി അധിക പ്രസംഗം നടത്തുകയാണ്. ആ ആസ്ഥാനത്ത് കയറി ഒരാൾക്ക് അധിക പ്രസംഗം നടത്താനുള്ള എല്ലാ അവകാശവും ഉണ്ട് എന്ന് വിധിച്ച ആളാണ് കളക്ടർ. അപ്പോൾ കളക്ടർ സംശയത്തിൽ നിൽക്കുന്നു. കളക്ടർ ഇന്നും സംശയത്തിൽ തന്നെയാണ് നിൽക്കുന്നത്, ഇനിയിപ്പോൾ ആരെന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. രണ്ടാമത്തെ കാര്യം, ഈ നവീൻ ബാബുവിനെ ആരാണ് ശരിക്കും ഭീഷണിപ്പെടുത്തിയിട്ടുള്ളതെന്ന കാര്യം അന്വേഷിക്കേണ്ടതാണ്. അതൊരു വലിയ കാര്യമാണ് സാർ. ഇപ്പോൾ ഈ PV അൻവർ ഉന്നയിച്ച ആരോപണം, നമ്മൾ ഈ തുണിയൊക്കെ വിരിക്കാൻ ഉപയോഗിക്കുന്ന കയറുണ്ടല്ലോ, വളരെ നേരത്തെ 0.55 മില്ലിമീറ്ററോ അങ്ങനത്താണ്, അങ്ങനെയുള്ള കയറിലാണ് നവീൻ ബാബു തൂങ്ങി നിൽക്കുന്നത്. 55 കിലോയോളം ഭാരമുള്ള അല്ലെങ്കിൽ അതധികം ഭാരമുള്ള ഒരാൾക്ക് എങ്ങനെ അതിൽ തൂങ്ങി നിൽക്കാൻ പറ്റും? അപ്പോൾ ഈ തൂങ്ങി നിൽക്കുന്നതിൻ്റെ ഒരു ചിത്രം പോലും ഇന്ന് വരെ പുറത്തു വന്നിട്ടില്ല. ആരാണ് ഇതിൻ്റെ കാര്യങ്ങൾ ചെയ്തതെന്നുള്ളപ്പോൾ ഇവിടെ പോലീസ് അല്ല. അതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത്തരം സന്ദർഭങ്ങളിൽ അതും ആ ലൊക്കേഷൻ മുഴുവൻ ഫോട്ടോ എടുത്ത് വെക്കണം. അതെ, സീൽ ചെയ്ത് അതിൻ്റെ ഫോട്ടോ. സാധാരണക്കാരാണ് മരിച്ചെങ്കിൽ പോലും ഇതിൽ കൂടുതൽ ഫോട്ടോ വരില്ല. ഇതൊരു ADM ആണ്. പക്ഷെ അതൊന്നും കാണുന്നില്ല. അപ്പോൾ അത് ആകെ സംശയമാണ്. ആ സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ കേട്ടൊരു കാര്യം എന്ന് വെച്ചാൽ, വളരെ സുപ്രധാനമായ 2 ഫയലുകൾ ഇദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നു. അത് എന്തിനെക്കുറിച്ചാണെന്നുള്ള കാര്യം എനിക്കറിയില്ല. ഈ മറ്റതല്ല, ഏതിൻ്റെ എന്താണ് അതിൻ്റെ പേര്? വസ്തു കച്ചവടം, പെട്രോൾ അല്ല, വസ്തു കച്ചവടം. ഇത് മറ്റെന്താണ് അതിൻ്റെ പേര്? ഈ പെട്രോൾ ബങ്കല്ല. ഇനി ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻറ്റിന് പെട്രോൾ ബങ്കിൽ എന്താ കാര്യം? പൂച്ചക്ക് എന്താ പൊന്നൊരുക്കുന്നു കൊടുത്ത്? അവരാര്? അഴിമതിയുടെ ഒരു പങ്ക് പറ്റാനാണെങ്കിലോ അതായിരിക്കണം. ഇനി അതിൽ തന്നെ ഒരുപാട് ദുരൂഹതകൾ. ഒരു ഡെയിലി വേജസിന് ജോലി ചെയ്യുന്ന ഒരു ഇലക്ട്രീഷ്യൻ എത്രയോ ലക്ഷങ്ങൾ മുടക്കിയുള്ള ഒരു പമ്പ് വാങ്ങിക്കുകയാണ്. എവിടെ നിന്നാണ് കാശെന്ന് ആർക്കും അറിയില്ല. അതെ, ആ പമ്പിൻ്റെ പ്രശ്നം ആയിരിക്കില്ല എന്ന് മാത്രമല്ല, ഞാൻ മറ്റൊന്ന് ആരോപിക്കുന്ന കാര്യം ഈ ജില്ലാ കളക്ടർ അവിടെ എത്തിയത് നവീൻ ബാബു പോകുന്നതിന് മുൻപായിട്ട് അല്ല, മറ്റേ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റ് അവിടെ എത്തിയത് നവീൻ ബാബു അധികാരം വിട്ടു പോകുന്നതിന് മുൻപായിട്ട് ആ ഫയലുകളിൽ തീരുമാനം വേണം, അല്ലെങ്കിൽ ആ ഫയലുകൾ തിരിച്ചു വാങ്ങിക്കണമെന്ന് കളക്ടറോട് പറയുന്നതിന് വേണ്ടി ആയിരിക്കില്ലേ? അങ്ങനെ സംഭവിക്കാം. അതായിരിക്കില്ല അതിൻ്റെ ഒരു കാര്യം.
അപ്പോൾ ആ ഫയലുകൾക്ക് പിന്നെ ഒരു ഉന്നതൻ കൂടി ഉണ്ടെങ്കിൽ ഇപ്പം ഈ അൻവർ ആരോപണം ഉന്നയിക്കുന്ന പോലെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയുടെ ഒരു രഹസ്യ വിവരം ഉണ്ടായിരുന്നു എന്ന് ഒരു MLA യാതൊരു അടിസ്ഥാനമില്ലാതെ ഒരു ആരോപണം ഉന്നയിക്കുമോ? അല്ല, ഒരു MLA അങ്ങനെ ആരോപണം ഉന്നയിക്കുന്ന സമയത്ത് ആ ആരോപണം വളരെ ഗൗരവത്തിൽ അന്വേഷിക്കേണ്ടതാണ്, വളരെ ഗൗരവത്തിൽ അന്വേഷിക്കണം. പിന്നെ വേറൊരു കാര്യം, അധികാരത്തിൻ്റെ വളരെ ഔന്നത്യത്തിലിരിക്കുന്ന ഒരാളെക്കുറിച്ചാണ് ആക്ഷേപം വരുന്നത്. അതെ, പോലീസിനെ പോലും നിയന്ത്രിക്കുന്ന ഒരാൾ. പോലീസിനെ പോലും അല്ല, മുഖ്യമന്ത്രിക്ക് പകരം ആക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി സുപ്രധാനമായ തീരുമാനമെടുക്കേണ്ട ഫയലുകളെല്ലാം കാണുകയും അതിൽ രാഷ്ട്രീയപരമായിട്ടും ഭരണപരമായിട്ടുമുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കുകയും ചെയ്യുന്ന ആളാണ് പൊളിറ്റിക്കൽ സെക്രട്ടറി. പൊളിറ്റിക്കൽ സെക്രട്ടറി ചില്ലറക്കാരനല്ല. ആ ഫയലുകളിൽ എന്താ വരുന്ന സുപ്രധാനമായ ഫയലുകളിൽ എന്താണ് തീരുമാനം വേണ്ടതെന്ന് പറയുന്ന ഒരാളാണ്. അങ്ങനെയുള്ള ഒരാളെക്കുറിച്ചാണ് ഈ ആക്ഷേപം വന്നിരിക്കുന്നത്. അപ്പോഴത് വളരെ ഗൗരവത്തിൽ അന്വേഷിക്കുക തന്നെ വേണം. ഞാനിപ്പോൾ ഈ ഘട്ടത്തിൽ ശശി ഇതിനകത്ത് ഇൻവോൾവ് ആണ് എന്ന് പറയുന്നുമില്ല, സംശയിക്കുന്നുമില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, കണ്ണൂരുള്ള ദിവ്യയെ പോലുള്ള ഒരു ഉന്നതയായ രാഷ്ട്രീയ നേതാവ് ഉൾപ്പെട്ട ഒരു സംഭവത്തിൽ ശശിയെ പോലുള്ള ഒരാൾ നിർമ്മമനായി നോക്കി നിൽക്കും എന്ന് കരുതാൻ കഴിയില്ല. സംശയത്തിന് മുന്നേ നീണ്ടൽ സീസറിൻ്റെ ഭാര്യയും അതിൽ നിന്ന് മുക്തിയാണ്. അല്ല, എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണൂർ രാഷ്ട്രീയത്തിൻ്റെ ഒരു ശൈലി അനുസരിച്ച് അവർ അത്തരം കാര്യങ്ങളിൽ ഇടപെടാൻ മടിയില്ലാത്തവരാണ്. അവർക്ക് അതിനകത്ത് യാതൊരു മടിയുമില്ല. കാരണം കണ്ണൂർ ഒരു സ്വതന്ത്ര റിപ്പബ്ലിക്കാണ് എന്നും അവിടെ അവരാണ് നിയമം നിർമ്മിക്കുന്നതെന്നും നിയമം നടപ്പിലാക്കുന്നതെന്നും വിശ്വസിച്ച് ജീവിക്കുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകാർ. അപ്പോൾ അതുകൊണ്ട് ആ സ്വതന്ത്ര റിപ്പബ്ലിക്കിൽ ഒരു പ്രജ അനങ്ങണം എന്നുണ്ടെങ്കിൽ താൻ കൂടി അറിഞ്ഞിരിക്കണം എന്ന് വിശ്വസിക്കുന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കളുള്ളപ്പോൾ ഇപ്പോൾ കണ്ണൂരിൽ നിന്നുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കളിൽ ഒരു രണ്ടാമൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന ഒരാളാണ് ശശി. ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറി ആണെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അധികാരം കൈകാര്യം ചെയ്യുന്നത് മുഖ്യമന്ത്രിയുമായിട്ടുള്ള അടുപ്പത്തിൻ്റെ പേരിൽ നിന്നുകൊണ്ട് പാർട്ടിയിലുള്ള സ്വാധീനം ഉപയോഗിച്ച് നോക്കുമ്പോൾ രണ്ടാമൻ്റെ സ്ഥാനത്ത് നിൽക്കുന്നത് തീർച്ചയായിട്ടും ഇദ്ദേഹമാണ്, പി ശശിയാണ്. അങ്ങനെയുള്ള ശശി ഈ ദിവ്യക്ക് അനുകൂലമായൊരു നിലപാട് സ്വീകരിച്ചിരിക്കും എന്ന് കരുതുന്നതല്ലേ ശരിയായ നിലപാട്? അതെ, ഉറപ്പ്. ദിവ്യയുടെ പിന്നിൽ ആരൊക്കെ ഉണ്ടെന്നുള്ളത് ആദ്യം മുതലേ നമുക്ക് സംശയമുള്ളൂ. നമ്മൾ കരുതിയത് MV ജയരാജനാണോ ഗോവിന്ദ മാഷാണോ എന്നൊക്കെ. അല്ല 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 അതിനെക്കാട്ടൊക്കെ പവർഫുൾ. അല്ല, അതുക്കും മേലെയാണ് ഗോവിന്ദൻ. ഈ മറ്റേ എന്താ സിദ്ധാന്തം പറഞ്ഞ് നടക്കുന്ന ഒരാളല്ലേ, അത്രേ ഉള്ളൂ. അല്ലാതെ ഗോവിന്ദൻ അതിനപ്പുറത്തേക്ക് വേറെ ഒന്നുമില്ല. പക്ഷെ ഇതങ്ങനെയല്ല. അന്ന് മാത്രമല്ല, അധികാരം കൈകാര്യം ചെയ്യുന്ന ആളായിരിക്കണം ഇതിനകത്ത് ഇടപെട്ടിട്ടുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് ഇത് പോലീസിൻ്റെ അന്വേഷണത്തിൽ നിന്ന് ഇതിൻ്റെ സത്യം വെളിവാക്കപ്പെടും എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ശശിയുടെ കീഴിലുള്ള പോലീസിൽ അന്വേഷിക്കുന്ന ശശിയുടെ കീഴിലുള്ള പോലീസ് അന്വേഷിച്ചു കഴിഞ്ഞാൽ ദിവ്യക്കെതിരെ ഒരു അന്വേഷണം വരും എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? വരില്ല. അത് തന്നെയാണ് പ്രശ്നം. അപ്പോൾ അവിടെ ചെന്ന് മുട്ടുമ്പോൾ പ്രശ്നമാണല്ലോ. അത് അന്വേഷണം പോയിട്ട് ദിവ്യയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ. അത് മാത്രമല്ല, CBI അന്വേഷണം ഒരു കാരണവശാലും വേണ്ട എന്ന് സംസ്ഥാന സർക്കാർ നിലപെടുത്തിയതുകൊണ്ട്. അല്ല, ദിവ്യ ഇതിനകത്ത് പറയുന്നൊരു കാര്യം എന്താണ്? സ്ത്രീത്വം അപമാനിക്കപ്പെട്ടു. അതെ, ദിവ്യയുടെ സ്ത്രീത്വത്തെ അപമാനിക്കപ്പെട്ടു. ഞാൻ ചോദിക്കട്ടെ, സ്ത്രീയാണെന്നും പണ്ട് കൊലപാതകം നടത്താൻ അധികാരമുണ്ടോ? സ്ത്രീയാണെന്നും പണ്ട് കള്ളക്കടത്ത് നടത്താൻ അധികാരമുണ്ടോ? സ്ത്രീയാണെന്നും പണ്ട് മയക്കുമരുന്ന് കള്ളക്കടത്ത് നടത്താൻ അധികാരമുണ്ടോ? സ്ത്രീയാണ് എന്ന് പറഞ്ഞാൽ കുറ്റകൃത്യം ചെയ്യാനുള്ള അധികാരമാണോ? കുറ്റകൃത്യം ചെയ്തിട്ടുണ്ടെങ്കിൽ സ്ത്രീയായാലും പുരുഷനായാലും ആ കുറ്റകൃത്യം പൊതുമാധ്യമങ്ങളിൽ ആവിഷ്കരിക്കപ്പെടുമ്പോൾ അതിൻ്റെ നാണക്കേടുണ്ടാകും. അവരാ കുറ്റകൃത്യത്തിൽ ഇൻവോൾവ് ആയതുകൊണ്ടാണ്. ഇനി അവർ കോടതിയിൽ പോയിട്ട് അവർ പരിശുദ്ധയാണെന്ന് പറഞ്ഞാൽ അത് മാറുകയും ചെയ്യും. പക്ഷെ കോടതി അവരെ പരിശുദ്ധയായി വിധിക്കുന്നത് വരെ അവർ സംശയത്തിൻ്റെ നിഴലിൽ നിൽക്കുമെന്ന കാര്യം ശരിയാണ്. അതെ. അപ്പോൾ അത് എൻ്റെ സ്ത്രീത്വം അവമാനിക്കപ്പെട്ടതാണെന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാകും? അപ്പോൾ ഒരുപാട് ഇനി വേറൊരു കാര്യം, ദിവ്യയുടെ സ്ത്രീത്വം ഇവിടെ അവമാനിക്കപ്പെട്ടു എന്ന് കമ്മ്യൂണിസ്റ്റുകാർ മാർക്സിസ്റ്റുകാർ പറയണമെങ്കിൽ ആ സ്വപ്നയുടെ സ്ത്രീത്വം അവമാനിക്കപ്പെട്ടപ്പോൾ ഇവർക്ക് ഈ പ്രശ്നം ഉണ്ടായിരുന്നില്ലേ? അത് വെറുതെ ചുമ്മാ ഞാൻ ഇപ്പോൾ ഒന്ന് പറഞ്ഞു നോക്കുന്നതാണ്, സ്ത്രീത്വം അവമാനിക്കപ്പെട്ടു എന്നൊന്ന് പറഞ്ഞു നോക്കുന്നതാണ്. അതിൽ എൻ്റെ പൊന്ന് ദിവ്യ അതിനകത്ത് ഇതൊന്നുമില്ല.
നിങ്ങൾ ഒരാളെ കൊലക്ക് കൊടുത്തു എന്ന് ആക്ഷേപിക്കപ്പെട്ടിരിക്കുന്ന ഒരു കേസിൽ നിങ്ങൾ പ്രതിയാണ്, നിങ്ങൾ ഒളിവിൽ പോയി, നിങ്ങൾ അറസ്റ്റ് ചെയ്യപ്പെട്ട്, നിങ്ങൾക്ക് മുൻകൂർ ജാമ്യം കിട്ടി, നിങ്ങളെ പോലീസ് ചോദ്യം ചെയ്ത് അവർ FIR സമർപ്പിക്കപ്പെട്ട് നിങ്ങളിപ്പോൾ അതിൻ്റെ നടപടികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിയാണ്. നിങ്ങൾ പ്രതിയാക്കപ്പെട്ട് കഴിഞ്ഞു. ആ പ്രതിയാക്കപ്പെട്ടത് എന്തുകൊണ്ടാണ് എന്നുള്ള കാര്യം പറയുന്ന സമയത്ത് അത് സ്ത്രീത്വത്തിൻ്റെ അപമാനമാണ്, സ്ത്രീത്വത്തിൻ്റെ അധിക്ഷേപമാണ് എന്ന് പറയുന്നത് വളരെ തെറ്റായിട്ടുള്ള കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ എന്താണ് സ്ത്രീത്വത്തിൻ്റെ അധിക്ഷേപമില്ലാത്തത്? എന്തും അങ്ങനെ വരാമല്ലോ. അതുകൊണ്ടിത് സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന് എങ്ങനെ പറയാൻ പറ്റും? കുറ്റവാളിയായ ഒരു സ്ത്രീ, ആ മറ്റേ എന്താണ്, ആ ഇവിടെ ഉണ്ടായിരുന്നില്ല ഒരു സ്ത്രീ കുറേ പേര് വിഷം കൊടുത്തു വന്നത്, ജോളി. അപ്പോൾ ജോളിക്കും ഇതേ വാദഗതി ഉന്നയിക്കാമല്ലോ, സ്ത്രീത്വം അപമാനിക്കപ്പെട്ടു എന്നുള്ള കാര്യം. അപ്പോൾ സ്ത്രീത്വം അപമാനിക്കപ്പെട്ടു, എന്തൊരു വാദഗതിയാണിത്? സ്ത്രീത്വമല്ല, ദിവ്യ അപമാനിക്കപ്പെടേണ്ടതാണ്. കാരണം വലിഞ്ഞു കയറി ചെന്ന്, ആവശ്യമില്ലാത്ത സ്ഥലത്ത് വലിഞ്ഞു കയറി ചെന്ന് അനാവശ്യം പ്രസംഗിച്ച് പോരുന്ന ഒരാളെ ബഹുമാനിക്കുകയും കൂടി വേണമെന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമാണ്. എന്തായാലും ഈ നവീൻ ബാബുവിൻ്റെ കേസിൽ കുരുക്കുകൾ അത് കൂടുതൽ വരെയാണ്. അപ്പോൾ അഴിക്കണമെങ്കിൽ ഇനി കേന്ദ്ര ഏജൻസി തന്നെ അല്ല, CBI അന്വേഷണം തന്നെയാണ് ഇതിനൊരു പ്രതിവിധി. എന്തിനാണ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിനകത്ത് പേടിക്കണതെന്ന്? ഇപ്പോൾ ദിവ്യ കുറ്റവാളിയല്ല, ദിവ്യ സത്യസന്ധയാണ്, ദിവ്യക്ക് ഒരു പ്രശ്നമില്ല എന്നുണ്ടെങ്കിൽ എന്തിനാണ് ഇവരിങ്ങനെ പേടിക്കണത്? അപ്പം മറ്റാരെയോ രക്ഷിക്കാനാണ്. അപ്പം മറ്റാരെയോ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ആരെയൊക്കെയോ രക്ഷിക്കാൻ സ്റ്റേറ്റ് പോലീസ് ശ്രമിക്കുന്നുണ്ട്. അതാരാണെന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ അറിയില്ല. പക്ഷേ ആ രക്ഷിക്കാൻ ശ്രമിക്കുന്നവർക്ക് ഇപ്പോഴത്തെ ഭരണത്തിൻ്റെ ഉന്നത വൃത്തങ്ങളിൽ സ്വാധീനമുള്ളവരായിരിക്കും എന്ന കാര്യത്തിലും തർക്കമില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.